Respected dear family members, my pranams to you. Yesterday we discussed about Upanishads, Puranas, Vedangas, Darshanas and epics, Itihasas of India plus Upavedas also. Excellent response has come. ഇന്നലെ നമ്മൾ ഉപനിഷത്തുക്കളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ലൈക്ക് ദാറ്റ് വേദാംഗങ്ങളെക്കുറിച്ചും ഉപവേദങ്ങളെക്കുറിച്ചും ദർശനാസ് വിഷൻസ് അതിനെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും എപ്പിക്സ് we explained just for understanding how many books are here in India. Today I will explain about Vedas in an entirely different way. ഇന്ന് ഞാൻ വേദത്തെക്കുറിച്ച് വിവരിക്കാം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ. How the Veda mantras were created. Thousands and thousands of years ago. എങ്ങനെയാണ് വേദമന്ത്രങ്ങൾ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 6000-ഓ 7000-ഓ വർഷങ്ങൾക്ക് മുമ്പ് ചില ഋഷിവര്യന്മാര്, some of the rishis, they composed some prayers. അവർ ഈ പ്രകൃതി ദേവതയെ മുമ്പിൽ കണ്ടുകൊണ്ട് looking into the natural forces, planets, sun, moon, air, water, lightning, സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും വായുവിനെയും വെള്ളത്തെയും ഇടിമിന്നലിനെയും ചെടികളെയും looking to that and understanding, അതിനെ നോക്കി മനസ്സിലാക്കിയവര്, these are all the manifestation and manipulation of the divine power. ഈ കാണുന്നതെല്ലാം ഒരു പ്രപഞ്ച ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ, ബഹിസ്ഫുരണവും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണവുമാണ്. So they just said these are all created by God. No. These are all the manifestation of God. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നല്ല ഭാരതീയർ പറഞ്ഞത്. ഇതെല്ലാം ദൈവത്തിന്റെ തന്നെ പ്രതിബിംബമാണ്, ബിംബമാണ്, മാനിഫെസ്റ്റേഷനാണ്, പ്രദർശനമാണ്, പ്രകാശമാണ്. And taking these natural forces in front for meditation, they composed the Veda mantras as suktas. സൂക്തങ്ങളായിട്ട് മുമ്പിൽ കണ്ട പ്രകൃതി ചൈതന്യത്തെ അവര് ധന്യമായി സ്തുതിച്ചു, വിവരിച്ചു, പ്രാർത്ഥിച്ചു, ആവശ്യപ്പെട്ടു. അവര് സ്തുതിക്കാന്ന് പറഞ്ഞാൽ വിവരിക്കൽ തന്നെ. സൂര്യനെ കുറിച്ച് വിവരിച്ചപ്പോ മിത്രോജനാന്യാദയതി പ്രവാണോ മിത്രോധാധാര പൃഥിവീ ഉദധ്യാം മിത്രകൃഷ്ടേന നിമിഷാപി ജ്യേഷ്ഠേ മിത്രായ ഹവ്യം കൃതമജ്ജുഹോദാ പ്രഥമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യ ശിക്ഷതേർവ്രതേന നഹന്യതേ ന ജീയതേ തോന്തോ നൈനമംഘോ അശ്നോപ്യന്തീതോ ന ദൂരാത്. അല്ലയോ സൂര്യദേവ, അങ്ങയുടെ അസാധാരണമായ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിലനിൽക്കുന്നു. ഓ സൺ ഗോഡ്, ബിക്കോസ് ഓഫ് യുവർ പവർ the whole universe is maintained like this, and even our earth is rotating because of your influence. ഈ ഭൂമി കറങ്ങുന്നത് പോലും നിങ്ങളുടേതായിട്ടുള്ള സ്വാധീനം കൊണ്ടാണ്. ആ സൂര്യദേവ, that God or Lord Sun, I am prostrating in front of you. ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. And I am offering this ghee, this rice and this curd through the fire
ടു യു. ഈ നെയ്യും തൈരും ഹവിസ്സും ഈ അഗ്നിയിലൂടെ ഹേ സൂര്യദേവ അങ്ങക്ക് ഞാൻ സമർപ്പിക്കുന്നു. മിത്രോജനാന്യാദയതി ബ്രുവാണോ മിത്രോ ദാധാര പൃഥിവി. ദാധാര പൃഥിവി, ഈ ഭൂമിയുടെ ആധാരം, ദ റിയൽ റൊട്ടേറ്റിംഗ് ആൻഡ് റെവല്യൂഷനിങ് ഫോഴ്സ് ഓഫ് ദിസ് എർത്ത്, യു ആർ ദാറ്റ് ആൻഡ് വി ആർ വർഷിപ്പിംഗ് യു. ഇത് സൂര്യനെ കുറിച്ചുള്ള അനവധി വേദമന്ത്രങ്ങളിലെ ഒരു മന്ത്രം. ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേശയന്നമൃതം മർത്യം ച സവിതാരഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ ആദിത്യായ നമഃ. And they said this is the sun and worshipped that sun because it is responsible for the life force in this earth and other planets if any are there. ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സർവ്വത്തിന്റെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ശക്തി സൂര്യനായതുകൊണ്ട് സൂര്യനെ വൈദിക ദേവതയായിട്ട് കണക്കാക്കി they consider the sun as the Vedic deity and worshipped. And mantras were composed. About the moon they composed mantras. ചന്ദ്രനെ കുറിച്ച് ആപ്യായ സുസമേതു ദേശം സോമവൃഷ്ണ്യം ബഭാവാജസ്യ സംഗതേ ചന്ദ്രായ നമഃ സമഗ്നിരഗ്നിവികരച്ചന്നസ്തവത് സൂര്യഃ സംവാദോ വാക്ത്വരവാ അപസ്നിതഃ ശനൈശ്ചരായ നമഃ. About Saturn, കേതും ഗൃണ്വന്നാകേതവേ പേശോ മരിയാ അപേശസേ സമുഷദ്വിരദായതാ കേതവേ നമഃ. എവരി നോഡ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അവർ വിവരിച്ചു, സ്തുതിച്ചു, വർണ്ണിച്ചു. ശാസ്ത്ര സത്യങ്ങൾ അങ്ങനെ പറഞ്ഞു. They told the scientific truth, they told the logical truth, they told the spiritual truth, and also they explained what that planet, what that star, and what the air. Namaste Agne Tvameva Pratyaksham Brahmasi Tvameva Pratyaksham Brahma Vadishyami Radam Vadishyami Satyam Vadishyami Tanmam Avadu Tatvaktaram Avadu Avadu Mam Avadu Vaktaram. Veda mantras. So many rishis composed the Veda mantras. Such composing of Veda mantra, ഇപ്രകാരമുള്ള വേദമന്ത്രങ്ങളെ കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. It's so very difficult to compose such mantras without even a single grammar mistake, without even a single repetition of the same word in the same mantra. Correct number of letters in each line with the chandas, prosody rule strictly following. That is what they did. Nearly 210 rishis, Vedic rishis, composed these mantras. Individually they composed and just put it there itself. And composing Veda mantras like this, Veda mantrangale idupole compose cheya ennu parnal humanly impossible ആണ്. ഈവൻ ഇന്ന് സാധിക്കില്ല അങ്ങനെ കമ്പോസ് ചെയ്യാൻ. അതുകൊണ്ട് വേദ മന്ത്രങ്ങളെ like that, the Veda mantras are known as apaurushaya. Veda mantras are apaurushaya exclusively because it is humanly impossible to write like that. വെറുതെ വേദം വായിക്കാൻ അറിയാവുന്ന പള്ളിയിൽ അച്ഛനോ മൗലവിയോ ഏത് ഡാഷ് പാർട്ടിയാണെങ്കിലും ശരി ഒന്ന് വായിച്ചു നോക്കാം. ഈ ബൈബിള് പോലെയാണോ ഖുർആൻ പോലെയാണോ ഇത് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം. വെറുതെ ബൈബിളിനെയൊക്കെ വേദപുസ്തകം എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, തേങ്ങാപ്പിണ്ണാക്ക് കൊപ്രയല്ല എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു വരി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ധന്യമായിട്ടുള്ള വേദമന്ത്രത്തിൽ ഒരെണ്ണം പഠിക്കാൻ മുജ്ജന്മ പുണ്യം വേണം. ലോഹ ഇട്ടുകൊണ്ട് പള്ളിയിലച്ഛനായിട്ടും ദിവ്യഗർഭം നൽകിക്കൊണ്ടും പോയാൽ പോരാ. വെറുതെ ഇസ്രായേലുകാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകത്തിനടുത്ത് വേദം എന്ന് പേര് കൊടുത്താലും ലോഹയിട്ട് നടക്കുന്നവനെ വൈദികൻ എന്ന് പേര് കൊടുത്താലും ബാക്കിയുള്ളത് മുഴുവനും ഞാൻ പറയുന്നില്ല. തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ആ വേദമന്ത്രങ്ങൾ 210 ഋഷിവര്യന്മാർ എഴുതിയത് വ്യാസകുലത്തിൽപ്പെട്ട ഋഷീശ്വരന്മാർ, ഒരാളല്ല. കൃഷ്ണദ്വൈപായനൻ എന്ന മത്സ്യഗന്ധി മുക്കുവ സ്ത്രീയുടെ ഗർഭത്തിൽ ജനിച്ച കറുത്ത കൃഷ്ണദ്വൈപായൻ. കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത. ദ്വൈപായനൻ പല അർത്ഥങ്ങളുണ്ട്. ദ്വീപിൽ ജനിച്ചവൻ എന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ട്. കൃഷ്ണദ്വൈപായനൻ
അദ്ദേഹത്തിന്റെ കുലത്തിൽ ശിഷ്യ പരമ്പരയിൽ ജനിച്ചവര്, who was born for Malsya-Gandhi, known as Krishna Dvaipayana, having black color, and Dvaipayana means was born in an island. And his professional name is Vedavyasa. Just like we say principal, professor, lecturer, reader, like that, Vedavyasa. Those who, or he who classified Vedas. Vyasa means who diametrically split into many branches. Splitted into many branches. വേദത്തെ അനവധി ശാഖകളാക്കി തിരുത്തിയ അതൊരു വ്യക്തി ആയിരിക്കണമെന്നില്ല. ഇറ്റ് നീഡ് നോട്ട് ബി വൺ സിംഗിൾ പേഴ്സൺ. ഇറ്റ്സ് എ ക്ലാൻ, ഒരു ഗോത്രമാണ്. വ്യാസഗോത്രത്തിലെ വേദവ്യാസൻ ഒരാളായിരിക്കാം, കൂടുതൽ പേരാക്കാം. മേ ബി വൺ സിംഗിൾ പേഴ്സൺ ഓർ മെനി പീപ്പിൾ. ഹി ടുക്ക് ദീസ് വേദ മന്ത്രാസ് known as Anadi. Veda mantras are known as Anadi. Why it is known as Anadi? അത് എന്തുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്? എന്നാണ് അത് എഴുതിയത് എന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയല്ലാണ്ട് ആദി ബിഗിനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വൺ നോബഡി നോസ്. ഖുർആൻ എഴുതിയത് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ബൈബിൾ എഴുതിയതും എന്നാണെന്ന് അറിയാം. ഒരു 10,000-2000 വർഷത്തിന് ഇപ്പുറത്തെ ഏതോ ഒരു ദിവസമോ ഒരു വർഷമോ ഒരു മാസം കൊണ്ടോ എഴുതിയതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് കൊണ്ട് ഈ മന്ത്രങ്ങളെ അനാദി എന്ന് പറയുന്നു. Because these are all written thousands of years ago, so it is known as Anadi. The beginning is not known. It is the mantra writers, the poets. They were known as mantra drashtaraha. Mantra drashtaraha. അവരെ മന്ത്രദ്രഷ്ടാക്കൾ എന്നാ പറയാം. മന്ത്രം കണ്ടവരെ. നമ്മളൊക്കെ മന്ത്രം കേൾക്കല്ലേ ചെയ്യണേ. We are all listening mantras, not watching mantras. But these rishis, nearly 210, who composed Veda mantras, they are known as mantra drashtaraha. They have watched the natural phenomenon directly with their naked eyes. ഈ പ്രകൃതിയിലുള്ള സകല പ്രതിഭാസത്തെയും അവരുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ട്, they watched the natural forces directly with their eyes and copied what they got in their mind as mantra. ആ കണ്ടത് അതേപോലെ മന്ത്രങ്ങളായിട്ട് എഴുതി. അതുകൊണ്ടാണ് മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് കുമാരനാശാൻ റോട്ട് വീണപൂവ്. വീണപൂവിന്റെ അവസ്ഥ, പൂവിന്റെ അവസ്ഥ മനുഷ്യന്റെ അവസ്ഥയാണെന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് കവിത എഴുതിയത്. Kumaranasan wrote one beautiful, marvelous, excellent, philosophically climax, spiritually the ecstasy. That particular Veena-Puva poem, The Fallen Flower. Morning it was glooming and blooming and it's with full luster. Evening almost falling down. This is what we can see in the nature with all animals and all plants and all fruits and all flowers. What Kumaranasan watched, wrote as a poem. It's like a mantra. അപ്പോൾ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവൈദ്യന്മാര് അനാദിയായ വേദമന്ത്രം, ഹ്യൂമൻലി ഇമ്പോസിബിൾ അപൗരുഷേയമായ ഋഷിവൈദ്യന്മാര് അപൗരുഷേയമായ മന്ത്രരചനകളിലൂടെ they wrote it and kept it there itself. Just kept it in their palm leaves, or they just chanted and might have taught even to their disciples. ഒന്നുകിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടാവാം, ഓറലായിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആയിട്ടോ പഠിപ്പിച്ചിട്ടുണ്ടാവാം. ആൻഡ് കൃഷ്ണദ്വൈപായന ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് classified these suktas. സൂക്തങ്ങളെ, മന്ത്രങ്ങളെ ക്ലാസിഫൈ ചെയ്തു. ഏത് മന്ത്രങ്ങളാണോ പ്യുവർലി ജ്ഞാനം മാത്രമുള്ളത്, which mantra explains purely knowledge, those mantras brought under Rigveda. Purely knowledge carrying mantras were brought
under Rigveda. The mantras used for performing yaga, yajna, അറിവ് മാത്രം നൽകുന്ന വേദമന്ത്രങ്ങളെ ഋഗ്വേദം എന്ന ഗ്രന്ഥത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു. യാഗകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേദമന്ത്രങ്ങളെ യജുർവേദത്തിൽ കൊണ്ടുവന്നു. ആൻഡ് the mantras which can be chanted in a musical tone, സാമഗാന രൂപത്തിൽ യാഗശാലയിൽ ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആലപിക്കുന്ന മന്ത്രങ്ങളെ സാമവേദമാക്കി. The mantras taken from Rigveda or taken from Yajurveda, ഋഗ്വേദത്തിൽ നിന്നോ യജുർവേദത്തിൽ നിന്നോ എടുത്തിരിക്കുന്ന മന്ത്രങ്ങളെ സാമഗാന രൂപത്തിൽ 14 സ്വരത്തോടു കൂടി, ഇത് 14 swara, shrutis up and down. Those mantras, nearly 5,000 and odd mantras, which are being chanted in Yagashala, where yajnas are performed, there these mantras are chanted. These mantras are chanted. And those mantras are put in Samaveda. So Rigveda, purely Jnana Kandam, Yajurveda, Karma Kandam, Samaveda, Sahitya Kandam, Kalam, and music, Sangeetam. And Vedavyasa composed all the mantras. Some of these mantras were taken from Rigveda also, Yajurveda also, not much from Samaveda. But many other mantras, suktas, meant for common people. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള രോഗനിവാരണ മന്ത്രങ്ങൾ, the mantras meant for curing the disease, mantras connected with agriculture, mantras connected with the day-to-day life of the king and the common people and so on, mantras connected with a variety of diseases and the medicines used for curing the diseases. All these are coming in Atharva Veda. Rigveda Jnana Kandam, Yajurveda Karma Kandam, Samaveda Sahityam Sangeetam, Atharva Vedam meant for common people. All the 4 Vedas are equally important. Nobody has told Atharva Veda is inferior. 4 വേദങ്ങളും ഒരേ പ്രാധാന്യമുള്ളതാണ്. അഥർവവേദത്തിൽ മന്ത്രവാദവുമില്ല, കുതന്ത്രവുമില്ല, തന്ത്രവുമില്ല. ഉള്ളതൊക്കെ കണ്ണൂരിലാണ്. പശുവിനെ കൊല്ലലും KSUവും AK ആന്റണിയുടെ ആവേശവും ഒക്കെ കൊണ്ട് ചെയ്തത് അവിടെയാണ്. വേദത്തിലില്ലാതെ. Never it is mentioned in Vedas. All the 4 Vedas are created by the great rishis whose names are given in front of each sukta. ഓരോ വേദമന്ത്രവും എഴുതിയത് ആരാണെന്ന് ആ സൂക്തം വായിക്കുന്നതിന് മുമ്പ് അവരുടെ പേര് വായിക്കണം. കുറച്ച് മുമ്പ് ഞാനൊരു മന്ത്രം പറഞ്ഞു സൂര്യനെ കുറിച്ച്. few seconds back, few minutes ago, I chanted one mantra connected with the sun. Sun is written by Gadina Vishwamitra Rishi. So how it should be chanted? Gadino Vishwamitra Rishi, Devi Gayatri Chanda, Mitro Devada, Mitro Devada, Mitro Jananyadayadi Bruvano, Mitro Dadara Pradivyatyam, Mitra Krishtera Nimisha Abhijeshte Mitraya Havyam. This I have already chanted earlier, so I am not chanting fully. So the Rishi who composed this mantra, many people used to say we do not know who composed it. It is very well known. Without telling, without repeating, without just mentioning the name of that particular Rishi, you should not chant the Veda mantra. Many people are doing it, it is their freedom. By Veda mantrangala, Jnanakandam, pure knowledge in Rigveda, Yagathinu vendiyittulla for performing the yagas, Yajurveda. Remember that
many Rigveda mantras are there in Yajurveda also. Majority of the Rigveda mantras taken for chanting in a musical way in Samaveda. Some Yajurveda mantras are also taken for Samaveda. Atharvaveda definitely do have mantra from Rigveda and Yajurveda also. But mainly explaining about common people's prayer problem and so on, connected with agriculture, connected with the prosperity, connected with the diseases, connected with the medicinal plant, connected with the prayer for curing the diseases, Jvaranashana Mandram, Kushta Nivarana Mandram, Radharohana Mandram, Rajyabhisheka Mandram, and Kedanashini Mandram, Anunashini Mandram, and Jvara Varjana Mandram, Aushadhi Mandram, Aushadhi Suktam. Like there are so many suktas in Atharva Veda connected with the common people. So, Veda mantras are anadi because we do not know when it is composed. Veda mantrangalellam anadiyana ennana the compose cheyidathennulladu aarkku arnjuda. Why the composing date has not been given? One reason, they are giving universal truth. When they give universal truth, the date is immaterial. വേദങ്ങൾ എഴുതിയ വേദമന്ത്രങ്ങൾ പ്രാപഞ്ചിക സത്യമാണ്. അതുകൊണ്ട് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. ഭൂമി ഉരുണ്ടതാണ്, അത് എന്നാ കണ്ടുപിടിച്ചത് എന്നുള്ളത് പോലും ഇമ്പോർട്ടൻ്റ് അല്ല. ഭൂമി ഉരുണ്ടതാണെന്നാണ് ഇമ്പോർട്ടൻ്റ്. എർത്ത് ഈസ് സ്ഫെറിക്കൽ ഷേപ്പ്. വെൻ ഇറ്റ് ഈസ് ഡിസ്കവേർഡ്, ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് ഇമ്പോർട്ടൻ്റ്. വൺ ന്യൂസ് ഹാസ് അപ്പിയർഡ് ഇൻ വൺ ന്യൂസ് പേപ്പർ. വെൻ ഇറ്റ് അപ്പിയർഡ്, there it is important. That news appeared in 30th May 2017. It is important. The verdict of Supreme Court given in 1984 February 24th. Year, month, date, and for whom such a verdict is given. These four are important as far as a verdict is concerned. ഒരു കോടതി വിധി വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വാർത്ത പറയുന്നു, എന്ന് സംഭവിച്ചു, എവിടെ സംഭവിച്ചു, അത് ഏത് പത്രത്തിൽ ഏത് ദിവസം വന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഭൂമി ഗോളാകൃതിയാണ്. അത് എന്ന് കണ്ടുപിടിച്ചാലും എപ്പോൾ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ദാറ്റ് ഈസ് എൻ യൂണിവേഴ്സൽ ട്രൂത്ത്. വി നീഡ് നോട്ട് ബോദർ അബൌട്ട് ദ ഡേറ്റ്. അതിൻ്റെ ഏത് ദിവസമാണ് എഴുതിയത്, ആരാ എഴുതിയതെന്ന് പോലും ബോദർ ചെയ്യണ്ട. പക്ഷേ അത് എഴുതിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് എഴുതാൻ കാരണം ഒരു പവിത്ര കർമ്മം, അതുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഓർമ്മിക്കുക, വേദാസ് ആർ അൺലൈക്ക് എനി അതർ റിലീജിയസ് ബുക്ക്. വെദർ ഇറ്റ് ഈസ് ഫോർ സെമറ്റിക് റിലീജിയൻ, മറ്റൊരു മതഗ്രന്ഥത്തെയും പോലെയല്ല വേദങ്ങൾ. അനാദിയായ വേദം, അപൗരുഷേയമായ വേദം, written by Mantradrashtaraha and classified by Krishnadvaipayana and his disciples under the basis of knowledge, action. Jnanakandam, Karmakandam, Kalakandam, and connected with the common people. So, remember Rigveda, Yajurveda, Samaveda, and Atharvaveda. I will be explaining in the study class about the same after 2 or 3 days. I am on tour. So let us learn about it, about Veda. If you want to know more, just to go to Google search, you will be getting a lot of information. You will be getting marvelous set of information. Rigveda, Yajurveda, Samaveda, Atharvaveda. One more line. Rigveda has got 25 books, 25 recensions. ഋഗ്വേദത്തിന് 25 ശാഖകളുണ്ട്. ഋഗ്വേദത്തിന് 25 ശാഖകൾ, 25 recensions are there. branches എന്ന് പറയാറില്ല, recensions. Yajurveda has got 108 recensions. 108 ശാഖകളുണ്ട്, 108 ശാഖകള്.
യജുർവേദത്തിനുണ്ട്. എത്ര ശാഖകളുള്ളത് കൊണ്ട് യജുർവേദത്തെ യജുർവേദ വൃക്ഷം എന്നാ പറയാം. യജുർവേദ വൃക്ഷം. സമവേദ ഹാസ് ഗോട്ട് 1000 ശാഖാസ്. അഥർവവേദ ഹാസ് ഗോട്ട് 52 ശാഖാസ്. അഥർവവേദത്തിന് 52, സാമവേദത്തിന് 1000, യജുർവേദത്തിന് 108, ഋഗ്വേദത്തിന് 25. One more sentence, very important. Out of the 25 recensions of Rigveda, ഋഗ്വേദത്തിലെ 25 ശാഖകളില്, ഋഗ്വേദത്തിലെ 25 ശാഖകളില് 4 ശാഖകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. Only 34 are available. Sorry, only 4 are available. Remaining 21 lost forever. ഇത് ഓരോ ഹിന്ദുവും അറിയണം. ഈ നഷ്ടപ്പെട്ടത് ശ്രദ്ധിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. പശുവിനെ കൊല്ലാനും ബീഫ് ഫെസ്റ്റ് ചെയ്യാനും ഒക്കെ രാഷ്ട്രദ്രോഹികൾ ധാരാളമുള്ള ഭാരതത്തില് ഇത് സംരക്ഷിച്ചവരെ പോലും സവർണരും വരേണ്യവർഗവും എന്നെല്ലാം പറഞ്ഞ് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി തളർത്തി തകർത്തതാണ് ഈ വേദങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോയത്. 650 വർഷം മുസ്ലിങ്ങൾ ഇത് ഭരിച്ച് കൊല്ലാക്കൊല നടത്തി കത്തിച്ചു കളഞ്ഞു ഔറംഗസീബ്. 186 ദിവസം വാരണാസി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഈ വേദങ്ങൾ കത്തിച്ചു. വെറുതെ അല്ല മുസ്ലിങ്ങൾ തമ്മിൽ തന്നെത്താനെ ബോംബ് വെച്ച് ചാവുന്നതും കൊല്ലുന്നതും ലോകത്തിലെ രക്തം മാത്രം കണ്ട് വളരുന്നൊരു മതം. അറിയണം നമ്മൾ എന്തുകൊണ്ട് ഇവർക്കിത് സംഭവിക്കുന്നു. ഈ രാഷ്ട്രത്തിന്റെ ശാപമാണെന്ന പോലെയാണ് നമ്മുടെ മുമ്പിൽ കാണാം. 56 മുസ്ലിം രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും സ്വസ്ഥതയുണ്ടോ? മുസ്ലിങ്ങളെയല്ല ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും സ്വസ്ഥതയുണ്ടോ? ഇംഗ്ലണ്ടിലെ തീവ്രവാദത്തിൽ കരയുന്നു, ജർമ്മനിയില്, ഫ്രാൻസില് ആരാ കൊല്ലുന്നത്? വെറുതെ ആലോചിച്ച് നോക്ക്, ആരാ കൊല്ലുന്നത്? ഏതോ ചോര കണ്ട് വളരുന്ന ഒരു സമൂഹം പോലെ. അത്രയും ഭാരതീയ പൈതൃകത്തെ നശിപ്പിച്ചു. ഋഗ്വേദ ഹാസ് ഗോട്ട് റിമൈനിങ് 4 recensions. യജുർവേദത്തിലെ 108 ശാഖകളില് 38 ശാഖകൾ അവൈലബിൾ ആണ്. 38 recensions are available out of 108. I do not know the remaining are available in any corner of India or Germany or France or America or England. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ ബാക്കി ശാഖകളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. But with confidently I am telling 38 are available. സാമവേദത്തിലെ 11 ശാഖകൾ അവൈലബിൾ. 990 ശാഖകൾ പോയിട്ടുണ്ട്. 990 ശാഖകൾ നഷ്ടപ്പെട്ടു. 11 എണ്ണം ലഭ്യമാണ്. അഥർവവേദ ഔട്ട് ഓഫ് 52 recensions, I think only 1 available. ഒരെണ്ണമേ ഉള്ളൂ. അഥർവവേദത്തിലെ ഒരെണ്ണമേ ഉള്ളൂ. എവിടെയോ ഗോദാവരി തീരത്തോ നർമ്മദാ തീരത്തോ ഒരു ശാഖയോ 2 ശാഖയോ അവശേഷിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ. We do not know whether some of these branches, recensions are available in the eastern part of Godavari river or southern part of Godavari river or Narmada river banks. Some of the Brahmins who are learning and teaching Atharvaveda, maybe the other branches, other recensions, not branches, recensions. But Rigveda has got 25 recensions, Yajurveda 108, Samaveda 1001, Atharvaveda 52 recensions, of which only few are remaining. I will give you the names of these Vedas in the next class. Deep gratitude. Learn and teach others. Tell proudly to others, whether it is leftist or rightist or calf killers or cow killers or Semitic religious people, proudly say, I am a Hindu. എല്ലാവരോടും പറയാം, 100 ജന്മമുണ്ടെങ്കിൽ ഒരു ഹിന്ദുവായിട്ട് ജനിക്കണം. ഇത്രയും ധന്യമായ പൈതൃകത്തിന്റെ അവകാശിയ ഈ രക്തത്തിലുള്ളത് ആ പൈതൃകമാണ്. നിങ്ങളെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ശരിയാ, 100 വർഷം പോലും തികയാത്ത കമ്മ്യൂണിസത്തിന്റെ 16 അടിയന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തില്. 10,000-ത്തിലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരം ലോകത്തിൽ ഇന്നും വെളിച്ചമായിട്ട് നിൽക്കുന്നു.
ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ രുദ്രവും ചമകവും എന്നും ആലപിക്കുന്നു. അത്ഭുതം തോന്നി എനിക്ക്. ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാരൻ. ഏതോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതിനകത്തില്ലാത്തത് കൊണ്ട് അത് രക്ഷപ്പെട്ടു. ഓർമ്മിക്കുക, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണെങ്കിലും അതിൽ തുടരണമോ വേണ്ടയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഉറക്കത്തിലും ഉണർവിലും കുളിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും ഒരു ഹിന്ദുവാണ്. അത് വർഗീയമാണെങ്കിൽ വർഗീയമായ ഹിന്ദുവാണ്. അത് പിന്തിരിപ്പനാണെങ്കിൽ പിന്തിരിപ്പനായ ഹിന്ദുവാണ്. അത് സംഘിയാണെങ്കിൽ അഭിമാനത്തോടു കൂടി സംഘിയായ ഹിന്ദുവാണ്. സംഘിയായ ഹിന്ദുവാണെന്നൊരു 100 പ്രാവശ്യം പറയാൻ ചങ്കൂറ്റം ഉണ്ടാവണം. ഒരു DGP പറയുകയുണ്ടായി, ശിഖണ്ഡിയെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അമ്പും വില്ലും താഴെ വയ്ക്കുന്ന ഭീഷ്മരാവില്ല എന്ന്. അത് സത്യം. എന്തായാലും ഈ ജന്മത്തിൽ ഒരു മരണമേ ഉള്ളൂ. ആ മരണം രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ആവട്ടെ. പ്രണാമം, നമസ്കാരം.